ശീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൗരി പ്രഭു എഴുതിയ ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറയുന്നത്. അതിൽ ഒക്ടോബർ മാസം ഹരിശൗരി പ്രഭുപാദിൻ്റെ പേഴ്സണൽ സർവൻ്റ് ആയിരുന്ന സമയത്ത് എഴുതിയ ബുക്കാണ്. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ആ ബുക്കിൽ പ്രഭുപാദ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടാണ് അദ്ദേഹം ആ ബുക്ക് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഒക്ടോബർ 5, 1977 നടന്നൊരു കാര്യമാണ്. പ്രഭുപാദ് സമാധിയാവുന്നത് നവംബർ 14, 1977. അതായത് ഏകദേശം ഒരു ഒന്നേകാൽ മാസം മുമ്പുള്ള നടന്ന കാര്യമാണ്. ഹരിശൗരി പ്രഭു ഒരു വട്ടം ഡൽഹിയിൽ പോയപ്പം അവിടെ അവധ് ഓജ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ കാണാനായിട്ട് അദ്ദേഹത്തിനെ കണ്ടു. അപ്പം പ്രഭുപാദിൻ്റെ അടുത്ത് വന്നിട്ട് പ്രഭുപാദിൻ്റെ അടുത്ത മാസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാവും, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പം അത് വന്ന് ഹരിശൗരി പ്രഭുപാദിനോട് പറയുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ 1978 മാർച്ച് മാസം വരെ ശ്രീല പ്രഭുപാദിൻ്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 3-4 വർഷം കൂടെ പ്രഭുപാദിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പ്രഭുപാദിനോട് ഇത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു അബദ്ധോജ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് 21 ദിവസമായിട്ട് ശിവന്റെ ഒരു മന്ത്രം, അത് 21 ബ്രാഹ്മണാസ് ചേർന്ന് അവിടെ ജപിക്കണം, പ്രഭുപാദിൻ്റെ അടുത്തിരുന്ന് ജപിക്കണമെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടും, സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അത് കേട്ടപ്പം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ മതി, അത് സഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. പിന്നെ ആ ദിവസം നടന്ന വേറൊരു കാര്യം, തമാൽ കൃഷ്ണ മഹാരാജ് വന്നിട്ട് പറഞ്ഞു, GBCs എല്ലാം വരുന്നുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് GBCs വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അതിൽ സന്തോഷമായി, ഹാപ്പിയായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ വേറൊരു സന്ദർഭത്തിൽ തമാൽ കൃഷ്ണ മഹാരാജ് പോകുമ്പോഴും അദ്ദേഹം ഒന്നും കൂടെ റീകൺഫേം ചെയ്യാൻ വേണ്ടി പ്രഭുപാദിനോട് ചോദിച്ചു, GBCs എല്ലാവരും വരുന്നുണ്ട്. കാരണം GBCs എല്ലാം പ്രധാനപ്പെട്ട സേവനങ്ങൾ ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരൊക്കെ ഈ വൃന്ദാവനത്തിൽ പ്രഭുപാദിനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പം പ്രഭുപാദ് അതിൽ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഹരിശൗരി പ്രഭു പറയുന്നത്, നമ്മുടെ എന്ത് സേവനത്തിനും ഏറ്റവും പ്രധാന ആചാര്യ ഉപാസനമാണെന്ന് പ്രഭുപാദ് കാണിച്ചു തരികയാണ്. മറ്റ് സേവനങ്ങൾ മാറ്റി വെച്ചിട്ട് ആചാര്യനെ അടുത്ത് വന്നിരിക്കുക, അല്ലെങ്കിൽ ആചാര്യനെ ആ സമയത്ത് എന്ത് സന്ദർഭത്തിലാണ് അത് വേണ്ടത് ആ സമയത്ത് അത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് എന്നുള്ളത് പ്രഭുപാദ് അതിലൂടെ കാണിച്ചു. എല്ലാവരും വരുന്നതിൽ പ്രഭുപാദ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഇടയ്ക്ക് ആ സമയം ഒക്ടോബർ 5 വരെ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ എല്ലാവരും വന്ന് കീർത്തനം ചെയ്യത്തുള്ളായിരുന്നു. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ. അപ്പം കീർത്തനം എനിക്ക് ഒരു മെഡിസിൻ ആണെന്ന് ശീല പ്രഭുപാദ് പറഞ്ഞപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് നമ്മൾ എത്ര മണി വരെ കീർത്തനം ചെയ്യണം, കാരണം അങ്ങേക്ക് രാത്രി ഉറങ്ങണമല്ലോ, അപ്പം നമ്മൾ കുറച്ച് സമയം കീർത്തനം ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞപ്പം പ്രഭുപാദ് നോന്ന് പറഞ്ഞു, 24 hours കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു. തമാൽ കൃഷ്ണ പറഞ്ഞു, ഞങ്ങൾ ജൂണിൽ 24 hour ഇങ്ങനെ കഴിഞ്ഞ വർഷം ജൂണിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, ഇന്നത്തെ ദിവസം അത് അറേഞ്ച് ചെയ്യാൻ പാടായിരിക്കും ഡിവോട്ടീസിന്, നാളെ തൊട്ട് അതങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് അത് കഴിഞ്ഞ് അവസാന ദിവസം വരെ 24 hours കീർത്തനം നടക്കുക, ഓരോ ഷിഫ്റ്റായിട്ട്. പ്രഭുപാദ് 1914 സമാധിയാവുന്നത് വരെ 24 hours കീർത്തനം നടക്കുക. അപ്പോൾ ഹരിശൗരി പ്രഭു അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷാത്കാരം പറയുന്നത്, ഒരു പരിശുദ്ധ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ആ പെർഫെക്ഷൻ സ്റ്റേജിലെത്തുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മൈഥുന്യം ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള എല്ലാം വിട്ടിട്ട് പൂർണ്ണമായിട്ട് ഭഗവാന്റെ നാമത്തിൽ മുഴുകും എന്നുള്ളൊരു കാര്യം ശ്രീല പ്രഭുപാദ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു എന്ന് അതിനകത്ത് പറയും.
student, the great Srila Prabhupada keeps him.